കല്ലേറ്റിയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയയിലെ നമ്മൾ ഇപ്പോ 6ാമത്തെ ഭാഗമാണെന്ന്. പേജ് നമ്പർ 12 എല്ലാവരും എടുക്കുക. പേജ് നമ്പർ 12ലെ 4ാമത്തെ കണക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ കിട്ടിയോ എല്ലാവർക്കും? ഹൗ മെനി ഡിഫറെന്റ് non-congruent triangles can you draw with the two sides 8 cm and 6 cm and the area 12 cm? എത്ര non-congruent triangles നമുക്ക് എത്ര ട്രയാങ്കിൾസ് നമുക്ക് എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റുമെന്ന്, ഈ രണ്ട് സർവസമമല്ലാത്ത എത്ര ത്രികോണങ്ങള് can you draw with the two sides? 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഏരിയ പരപ്പളവ് 12 സെന്റിമീറ്റർ. ഏരിയ 12 സെന്റിമീറ്റർ ഉള്ള എത്ര ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും? ആ ത്രികോണത്തിന്റെ പ്രത്യേകത ഇറ്റ് ഷുഡ് ബി നോൺ കോൺഗ്രുവന്റ് ആകണം കേട്ടോ. ഒരേപോലത്തെ അല്ല, കോൺഗ്രുവന്റ് ആവരുത്. കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ സർവസമം. സർവസമം അല്ലാത്ത, തുല്യമല്ലാത്ത എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും നോക്കാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇവിടെ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും വരണം. ടു സൈഡ്സ് 8 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഇതിന്റെ ഏരിയ വരണം. ഇതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ്. അതിൽ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് ബി എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എച്ച് ആണ്. എത്ര വരണം? 12. ഏരിയ 12 അല്ലേ വരുന്നത്? ഏരിയ 12 ആണ് വരുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഇത് കാണണമെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ എച്ച് കിട്ടാനായിട്ട് എച്ച് ഈക്വൽ ടു എന്ന് പറയുമ്പോ ഇവിടെ എത്രയാണ്? ഇത് വെട്ടിപ്പോയി. 4h ആണ് 12. സോ എച്ച് ഈക്വൽ ടു എത്രയാണ്? 12/4 3. കിട്ടിയ എല്ലാവർക്കും? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 12 വരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു സൈഡ് 12 8 കിട്ടിയാൽ എച്ച് എത്രയായിരിക്കും? ഇവിടെ എച്ച് ഈക്വൽ ടു 3. എല്ലാവർക്കും മനസ്സിലായോ? ട്രയാങ്കിളിന്റെ ഏരിയ 12 ആണെങ്കിൽ എച്ച് 3. ഇനി നമ്മൾ പടം വരയ്ക്കാൻ പോവാം. എത്ര ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സൈഡ് എത്രയായിരിക്കണം? ഇതെങ്ങനെയാ വരയ്ക്കേണ്ടത്? ഒരു സൈഡ് 8 ആയിരിക്കണം. ഈ എച്ച് കിട്ടി 3 ആയിരിക്കണം. എന്നിട്ട് ഒരു സൈഡ്, അടുത്ത രണ്ടാമത്തെ സൈഡ് 6 സെന്റിമീറ്റർ ആയിരിക്കണം. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും നോക്കാം. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക, പടം ശരിക്കും വരയ്ക്കുക. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ വരയ്ക്കേണ്ടത് AB ഒരു ലൈൻ വരയ്ക്കണം. എത്ര സെന്റിമീറ്ററോ? 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ഉള്ള 8 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് ഇനി ഇതിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ആദ്യം തന്നെ ഇത് നിങ്ങൾ അളക്കാം. ഇവിടെ എത്ര സെന്റിമീറ്ററോ? 3 സെന്റിമീറ്റർ അളന്നിട്ട് ഇതിന്മേൽ ഈ പെർപെൻഡിക്കുലർ ലൈൻ ആണ് 3 സെന്റിമീറ്റർ കേട്ടോ. നിങ്ങൾ വരയ്ക്കേണ്ടത് ഇനി ഇത് പാരലൽ ലൈൻ, സമാന്തര രേഖ വരയ്ക്കണം. എങ്ങനെയാ സമാന്തര രേഖ വരയ്ക്കാം? നമ്മളിവിടെ സ്കെയിൽ വെക്കാം, ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ച് ഇങ്ങോട്ട് കയറ്റാം. ഈ 3 സെന്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ? അവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇത് വരയ്ക്കാം. അതാണ് പാരലൽ ലൈൻ. ഈ എ ബിക്ക് പാരലൽ ആയിട്ട് 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഇത് ആദ്യം വരച്ചു വെക്കണം കേട്ടോ. ഈ 3 സെന്റിമീറ്റർ ആദ്യം വരച്ചാലാണ് നമുക്ക് ഇത് പാരലൽ ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ 8 സെന്റിമീറ്റർ ഉള്ള ലൈനിന് 3 സെന്റിമീറ്റർ ഹൈറ്റ്, ഉയരം 3 സെന്റിമീറ്റർ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചു. കിട്ടിയില്ലേ? ഇനി ഇവിടെ നിങ്ങൾ കുത്ത കോമ്പസില് ഈ പടം കുറച്ചും കൂടി ഒന്ന് അങ്ങോട്ട് നീക്കി വരയ്ക്കണം. ഇപ്പത്തെ സ്ഥലം ഇല്ല, അതുകൊണ്ട് ഞാൻ ആദ്യം വരയ്ക്കാണ്. കാരണം നമ്മൾ ഇവിടേക്ക് പടത്തിൽ നമുക്ക് ഇങ്ങോട്ട് നീക്കേണ്ടതാണ്. ഇവിടെ 8 സെന്റിമീറ്റർ ഇത് വരയ്ക്കാം. AB 8 സെന്റിമീറ്റർ. എന്നിട്ട് നമ്മള് ഇതിങ്ങനെ 3 സെന്റിമീറ്റർ വരച്ചില്ലേ? അതിന്മേൽ നമ്മൾ ഇവിടെ ഒരു പാരലൽ ലൈൻ ഇങ്ങോട്ട് വരച്ചു. ഇങ്ങനെ ഈ പാരലൽ ലൈൻ ഇങ്ങോട്ട് നീക്കാം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ്, അടുത്ത സൈഡ് 6 സെന്റിമീറ്റർ അല്ലേ? ആ 6 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുക. ഇവിടെ കുത്തുക. കോമ്പസിൽ 6 സെന്റിമീറ്റർ ഈ അളവ് എടുത്തിട്ട് ഇത് ഇങ്ങനെ സർക്കിൾ വരയ്ക്കുക. ഇവിടെ കേട്ടോ റേഡിയസ് 6 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിള്. ഒരു സർക്കിൾ എഴുതി.
6 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് ഈ എയിൽ നിന്നാണ് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ. അപ്പൊ ഈ കൂട്ടിമുട്ടിയ ഈ ഭാഗം എത്രയുണ്ടാവും? ഇത് റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? നമ്മൾ എത്രയാണ് കോമ്പസിൽ 6 എടുത്തത്? 6 സെന്റിമീറ്റർ. ഇത് റേഡിയസിലാണ്. എന്നിട്ട് നമ്മൾ ഈ അറ്റങ്ങൾ യോജിപ്പിക്കുക. അപ്പൊ എ ബി നോക്ക്, എ ബി 8 സെന്റിമീറ്റർ ആയി. ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ ഇത് 6 എത്രയുണ്ട്? 6 സെന്റിമീറ്റർ അടുത്ത വശമായി. ഇതിന്റെ ഹൈറ്റ് എത്ര കിട്ടി? ഹൈറ്റ് എത്ര വേണമെന്നുണ്ട്? 3. ശരിയായില്ലേ? അപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടിയോ? അപ്പൊ ഇവിടെ പേര് കൊടുക്കുക എ ബി സി, ഒന്നാമത്തെ ട്രയാങ്കിൾ. മനസ്സിലായോ എല്ലാവർക്കും? ഒന്നും കൂടി നോക്കുക. ആദ്യം തന്നെ നമ്മൾ വരയ്ക്കേണ്ടത്, ആദ്യം നിങ്ങൾ എച്ച് കണ്ടുപിടിക്കണം കേട്ടോ. കാരണം ഏരിയ ആണ് ചോദിച്ചേക്കണ, പരപ്പളവ്. ഏരിയ എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ പാദവും 6 സെന്റിമീറ്റർ വേറൊരു വശവും. അങ്ങനെ 2 വശമാണ് 8, 6 തന്നിട്ടുണ്ട്. പക്ഷെ 2 വശം കിട്ടിയാൽ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഏത് ഫോർമുലയിലാണ്? ആദ്യം തന്നെ ഇത് സൈഡിൽ കണ്ടുവെക്കണം. ഹാഫ് ബി ഇൻറ്റു എച്ച് 12 ആണ്. അപ്പൊ എച്ച് നമുക്ക് കിട്ടി 3. അതെല്ലാവർക്കും മനസ്സിലായി? ഒന്നുകൂടി നോക്കാട്ടോ. ഈ എച്ച് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇനി നമ്മൾ വരയ്ക്കണത് എങ്ങനെയാന്ന് ശ്രദ്ധിക്കും. ഒന്നും കൂടി വീണ്ടും വീണ്ടും അത് കാണാൻ നിങ്ങൾ എന്നിട്ട് വരയ്ക്കാൻ നോക്കാട്ടോ. ആദ്യം തന്നെ എ ബി വരയ്ക്കാം. 8 സെന്റിമീറ്റർ. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഹൈറ്റ് ആണ്, 3 സെന്റിമീറ്റർ അളക്കുക. ഈ 3 സെന്റിമീറ്റർ ശരിക്കും ഇവിടെ വരച്ചു വയ്ക്കാം. എന്നിട്ട് അതിന്മേൽ നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് സ്ക്വയർ കൊണ്ട് ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണമെങ്കിൽ സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് കയറ്റുക. ഇവിടെ കയറ്റി കഴിഞ്ഞ് ഇങ്ങനെ നമുക്കൊരു പാരലൽ ലൈൻ വരച്ചു കിട്ടിയില്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് 8 സെന്റിമീറ്റർ. അത് കഴിഞ്ഞാൽ ഈ 3 സെന്റിമീറ്റർ വരയ്ക്കാം. അതിന് പാരലൽ ലൈൻ വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ലൈൻ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഒരു സൈഡിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ സെക്കൻഡ് സൈഡ് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അപ്പൊ ആ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിങ്ങൾ ഇത് ചെയ്യാം. ആ സർക്കിൾ അത് കൂട്ടിമുട്ടുന്നില്ലേ? ആ പോയിന്റ് ആണ് സി. അത് യോജിപ്പിക്കുക. എ സി ബി. കണ്ടില്ലേ? ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കിട്ടി എല്ലാവർക്കും? ഇത് തന്നെ ഇത്രയും തന്നെ വരച്ചാൽ മതി. അടുത്ത ട്രയാങ്കിൾ കിട്ടും. ഇവിടെ ഇത് 6 സെന്റിമീറ്റർ, ഇത് എ ബി 8 സെന്റിമീറ്റർ അല്ലെ? ഇനി നമ്മൾ എ ബി 8 തന്നെ എടുക്കുക. ഈ മൂലയിലേക്ക് ഇങ്ങനെ വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? എത്രയുണ്ടാവുന്നത്? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ? ഈ സർക്കിളിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ തന്നെയല്ലേ? എന്നിട്ട് ഇവിടെ പേര് കൊടുക്കുക ഡി. ഇതിൽ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഇവിടെ കിട്ടിയോ? അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ ഏതാണ്? എ ബി സി. ട്രയാങ്കിൾ എ ബി സി. രണ്ടാം അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത ട്രയാങ്കിൾ എന്താണ്? എ ഡി ബി. എ ഡി ബി കിട്ടിയോ? എ ഡി ബി. ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. അപ്പോ ഈ ട്രയാങ്കിളിന്റെയും ആംഗിൾസ് ഒക്കെ വ്യത്യാസമല്ലേ? എല്ലാ ആംഗിൾസും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. അപ്പൊ എത്ര ട്രയാങ്കിൾ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. അത് വരയ്ക്കാൻ എത്ര വരയ്ക്കാൻ പറ്റാം? എ ബി 8 സെന്റിമീറ്ററും എ സി 6 സെന്റിമീറ്ററും ആയിട്ട് എത്ര വരയ്ക്കാൻ പറ്റി? ആദ്യം ഇവിടെ ഒരെണ്ണം വരച്ചു, രണ്ടാമത്തത് ഇങ്ങോട്ടും വരച്ചു. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡിഫറെന്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ with the two sides 8 centimeter and 6 centimeter? 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ഉള്ള എത്ര വശങ്ങള് വരയ്ക്കാൻ, ഈ വശങ്ങൾ വരുന്ന എത്ര ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുമെന്ന്. അതിന്റെ ഏരിയ 12 ആവണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എച്ച് കണ്ടുപിടിച്ചത്. കിട്ടിയില്ലേ? അങ്ങനെ നമ്മള് രണ്ടെണ്ണം വരച്ചു. പക്ഷെ അതിലൊരു ക്വസ്റ്റ്യനും കൂടിയിട്ട് ഹൗ മെനി triangles നമുക്ക് വരയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. What if the area is to be 24 square centimeter? 24 ആവുമ്പോൾ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? ഏരിയ ഇതുപോലെ തന്നെ കാണാം. നിങ്ങൾ ഇവിടെ തന്നെ കണ്ടുവയ്ക്കാൻ എന്താണ്? ഹാഫ് ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എച്ച് എത്ര കിട്ടണം? 24. ഇതുപോലെ തന്നെ 8ഉം 6 തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എത്ര വരുന്നതാണ്? ഡിഫറൻസ് കാണണമെങ്കിൽ ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ് 24. അപ്പൊ ഇത് വെട്ടിപ്പോയി. 4h = 24 ആണെങ്കിൽ h = 24/4. എത്ര? 24/4. 6 സെന്റിമീറ്റർ അല്ലെ? 6 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ h എത്ര വരണം? 6 സെന്റിമീറ്റർ.
അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും നോക്കുക. ആദ്യം തന്നെ ഇവിടെ എത്രയാണ്? ഇത് മാറ്റിട്ട് ഞാൻ വരച്ചു തരാം. ഇപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ട്രയാങ്കിള് ഇത് മാറ്റിയാണ്. ഇതെല്ലാവർക്കും കിട്ടിയോ? 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ വരണം. ഏരിയ 12 വരണം കേട്ടോ. ഏരിയ 12 വന്നപ്പോ എച്ച് എത്രയാണ്? 3 സെന്റിമീറ്റർ. ആ 3 സെന്റിമീറ്റർ നമ്മൾ വരച്ചത്. എന്നിട്ട് ഇവിടെ കുട്ടിമുട്ടി കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇവിടെ സർക്കിളിൽ കുട്ടിമുട്ടി കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. 2 ട്രയാങ്കിൾസ് എഴുതി വെക്കണം കേട്ടോ. വരച്ച് വൃത്തിയിൽ വരയ്ക്കണം അത്. ഇനി അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ. അതിൽ തന്നെ നോക്കാം, ഏരിയ 12 ആവണം. അപ്പൊ ഇത് കണ്ടിട്ട് അത് വരയ്ക്കണം. അടുത്തത് കാണാനായിട്ട് ഏരിയ 24 ആവണമെങ്കിൽ പരപ്പളവ് 24 വരണമെങ്കിൽ നമ്മൾ വീണ്ടും കാണണം ഹാഫ് ബി ഇൻറ്റു എച്ച് 24 ആണ് വേണ്ടത് അല്ലെ? ഹാഫ് ബി ഇൻറ്റു എച്ച് 24 ആണെങ്കിൽ എച്ച് കണ്ടുപിടിക്കാതെ എച്ച് എത്ര വേണം? 6 ആണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് 8 സെന്റിമീറ്റർ എ ബി വരച്ചു അല്ലെ? അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹൈറ്റ് ആണ് വരച്ചത് കേട്ടോ. 3 സെന്റിമീറ്റർ ഹൈറ്റ് അല്ലേ നേരത്തെ കണക്കിൽ വരച്ചത്. അപ്പൊ ഇവിടെ ഹൈറ്റ് എത്രയാ വരുന്നത്? ഹൈറ്റ് എത്ര കിട്ടിയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ ഈ 6 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കാം. എന്നിട്ട് ഇതിന് ഇവിടെ നിന്ന് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ച് കേട്ടോ. ഇവിടെ പാരലൽ ലൈൻ. ഇവിടെ പാരലൽ ലൈൻ വന്നാൽ ഇവിടെ ശരിക്കും പാരലൽ ലൈനിന്റെ ആവശ്യം തന്നെയില്ല. ഇത് ഒരു ട്രയാങ്കിളേ പറ്റുള്ളൂ. കാരണം ഇത് ഹൈറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇത് പെർപെൻഡിക്കുലർ ലൈൻ 8 സെന്റിമീറ്റർ. നമ്മുടെ സൈഡ് എത്രയും പറഞ്ഞിട്ടുള്ളൂ ട്രയാങ്കിളിന്റെ? 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. നമ്മളിവിടെ 6 സെന്റിമീറ്റർ കോമ്പസ് വെച്ചിട്ടാണ് ഇത് വന്നത്. ഇത് ഇങ്ങോട്ട് വെച്ചാൽ ഇവിടെ കൂട്ടിമുട്ടോ? ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തും ഇത് കൂട്ടിമുട്ടില്ല 6 സെന്റിമീറ്റർ. കാരണം ഈ ഹൈറ്റിനേക്കാളും കൂടുതലാണ് ഇങ്ങോട്ട് ചെരിഞ്ഞ് പോകുമ്പോൾ. അപ്പോ ഈ ഒരു വശത്ത് മാത്രമേ ഇത് കൂട്ടിമുട്ടുള്ളൂ. അതുകൊണ്ട് 24 സെന്റിമീറ്റർ ഏരിയ വരുന്ന 24 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിളെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം 8ഉം 6ഉം സൈഡ് ആണെങ്കിൽ ഇവിടെ ഹൈറ്റ് 6 കിട്ടിയത്. ഹൈറ്റ് ഇപ്പൊ 5 കിട്ടണമെങ്കിൽ നമുക്ക് 6 വെച്ച് ഇപ്പുറത്തും ഇപ്പുറത്തും 2 വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇതിൽ അത് പറ്റില്ല. ഇതിൽ നമുക്ക് ഒരെണ്ണേ പറ്റുള്ളൂ. കിട്ടിയതായിരുന്നു. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിളിൽ നമ്മള് 8ഉം 6ഉം തന്നെ സൈഡ്, പക്ഷെ 3 ആണ് ഹൈറ്റ് ഉള്ളൂ. അതുകൊണ്ട് 2 സ്ഥലത്ത് 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 2 ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റി. പക്ഷെ ഇവിടെ ഒരു ട്രയാങ്കിളെ പറ്റുള്ളൂ. 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ് സൈഡ് പറയുന്നത്. ഹൈറ്റ് 6 ആണ്. ഹൈറ്റ് 6 ആവുമ്പോൾ ഹൈറ്റ് 6 എവിടെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇവിടെ തന്നിരിക്കുന്ന സൈഡുകളുടെ നീളം അല്ല കേട്ടോ 8ഉം 6ഉം. നമ്മൾ ഹൈറ്റ് ഇവിടെ കണ്ടുപിടിച്ചു ഹാഫ് ബി ഇൻറ്റു എച്ച് 24. അതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് എച്ച് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ 6 സെന്റിമീറ്റർ ആണ് ഞാൻ ഇവിടെ വരച്ചത്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇവിടുത്തെ സൈഡ് എത്രയാ നോക്കണേ. സൈഡ് എത്രയാ വരുന്നത്? 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. അത് കോമ്പസിൽ നോക്കുമ്പോൾ ഇത് തന്നെയാണ് അളവ് 6 സെന്റിമീറ്റർ. അതുകൊണ്ട് ഇവിടെ മാത്രമേ ഇത് യോജിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതാ ട്രയാങ്കിൾ? ഏരിയ 24 തന്നെ ഏത് ട്രയാങ്കിളാ? എ ബി സി ഒരു ട്രയാങ്കിളെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ 12 തന്നെ എത്ര ട്രയാങ്കിൾ നമ്മൾ വരച്ചു? 2 ട്രയാങ്കിൾ. അത് ശരിക്കും നാളേക്ക് എല്ലാവരും വരച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആ പടം ഒന്ന് വരച്ച് എല്ലാവരും വരയ്ക്കാം. ഒരു ട്രയാങ്കിള്. In the picture below, the lines parallel to each sides of the blue triangle through the opposite vertices are drawn to make a big triangle. ഒരു ചെറിയ ട്രയാങ്കിൾ ആണ് അവർ ആദ്യം വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ ബ്ലൂ ട്രയാങ്കിൾ ചെറുതാണ്. എന്നിട്ട് ഈ സൈഡിന് ഇവിടെ പാരലൽ ആയിട്ട് നമ്മളോട് ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞു. അതേപോലെ ഈ സൈഡിന് പാരലൽ ആയിട്ട് ഇതിൽ കൂടെ നമ്മള് ഇവിടെ ഇങ്ങനെ വരയ്ക്കാൻ. ഇവിടെയും ഈ സൈഡിന് പാരലൽ ആയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ട്രയാങ്കിൾ, വലിയൊരു ട്രയാങ്കിൾ കിട്ടി.
ബാക്കിയുള്ള ഭാഗങ്ങൾ മാച്ച് കളയാണെങ്കിൽ അപ്പൊ ഇതിനൊരു ട്രയാങ്കിൾ കിട്ടി ഇല്ലേ? എന്നാൽ നമ്മൾ പേര് കൊടുക്കാം കേട്ടോ, ഉള്ളിലത്തെ ട്രയാങ്കിൾസിനും പുറത്തത്തെ ട്രയാങ്കിൾസിനും. എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ കൊടുക്കാം എ ബി, കിട്ടിയില്ലേ? എ ബി സി. ഇനി കൊടുക്കാം പി ക്യു ആർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ, ബ്ലൂ കളറിലുള്ള ഈ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ രണ്ടിന്റെയും പ്രത്യേകത നോക്കാം. വലിയ ട്രയാങ്കിൾ എങ്ങനെ വരച്ചേ? ഈ എ ബിക്ക് പാരലൽ ആയിട്ട് സി കൂടെ വരച്ചു, അതേപോലെ തന്നെ എ സിക്ക് പാരലൽ ആയിട്ട് ബിയിൽ കൂടെ, അതേപോലെ പിന്നെ ബി സിക്ക് പാരലൽ ആയിട്ട് എ കൂടെ 3 ലൈൻ വരച്ചു ഒരു വലിയ ട്രയാങ്കിൾ കിട്ടി. In the picture below, the line parallel to each side of the blue triangle, so the opposite vertices are drawn to make a big triangle. അങ്ങനെ വലിയ ത്രികോണം ഉണ്ടാക്കി. ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖയാണ് വലിയ ത്രികോണം. ഇനി ചോദ്യം, how many triangles in the picture have same area that of blue triangle? ഈ ബ്ലൂ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് നമുക്ക് ഇതിലുണ്ട്? ഇതിലവർ വരച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് കാണില്ലല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ ഇത് ബിയിലേക്ക് ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ നിന്ന് എയിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. എയുടെ മെറ്റീരിയൽ കൂടെയാണ് ഇങ്ങനെ വരച്ചത്. അപ്പൊ എ ക്യു ഒരു വര വരച്ചിട്ടുണ്ട്, ബി ആർ വരച്ചിട്ടുണ്ട്, സി പി വരച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇനി എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഹൗ മെനി ഓഫ് ദം ഹാവ് സെയിം മെഷേഴ്സ്? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം ആദ്യം കാണാം കേട്ടോ. ഫസ്റ്റ് ചോദ്യം, ഹൗ മെനി ട്രയാങ്കിൾ, എത്ര ത്രികോണങ്ങളാണ് വരയ്ക്കാൻ പറ്റുക? ഹാവ് സെയിം ഏരിയ, തുല്യ പരപ്പളവുള്ള എത്ര ത്രികോണം? ഈ ട്രയാങ്കിൾ എ ബി സിക്ക് തുല്യ പരപ്പളവുള്ള എത്ര ത്രികോണം വരയ്ക്കാം? നമ്മൾ പഠിച്ച തിയറിയാണ്. എന്താ നോക്കി, വേഗം നോക്കിക്കോ, കിട്ടും. എ ബി സിക്ക് തുല്യ പരപ്പളവുള്ള ത്രികോണം നോക്കിക്കേ. എ ബി ഒരു സൈഡ് എടുക്കുക. ഓരോ വശം ശരിക്കും നിങ്ങൾ നോക്കാട്ടോ. എ ബി എന്ന വശത്തിന് സി എന്ന് പറഞ്ഞാൽ ഇതിന് പാരലല്ല, വേറെ നിങ്ങൾ ഒന്നും വരയ്ക്കേണ്ട, നോക്കിയാൽ മതി. ഈ എ ബിക്ക് പാരലാണ് ഒരു തന്നിട്ടുണ്ട്. അപ്പോ ഇതിനൊക്കെ എവിടെ വരച്ചാലും അത് അതിന്റെ ഏരിയ തുല്യല്ലേ? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളില് ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട് വരച്ചാൽ, ഇത് എങ്ങോട്ട് വരച്ചാലും, ഈ പാരലൽ ലൈനിൽ എവിടേക്ക് വരച്ചാലും അതിന്റെ ഏരിയ സെയിം ആണ്. ഇതാണ് നമ്മൾ പഠിച്ച തിയറി. ഈ ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള ഏരിയ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഇവിടെ വേഗം പറഞ്ഞു. ആദ്യത്തെ ഏതാ? എ ബിയിൽ നിന്ന് നോക്കി ആറിലേക്ക് വരച്ചിട്ടില്ലേ? എ ബിയിൽ നിന്ന് ആദ്യം ആറിലേക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിയോ? പേര് പറയും. ട്രയാങ്കിളിന്റെ പേരെന്താ? എ ബി ആർ. എല്ലാവരും കാണില്ലേ? ശരിക്കും നോക്കുക. എ ബി ആർ കിട്ടി. പിന്നെ എത്രയാണ്? എ ബി ക്യൂ. സെയിം കിട്ടിയോ? എ ബി ക്യൂ, ബി ക്യൂ കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ. അപ്പൊ ഈ ഒരു വശത്തുമ്പോ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. അടുത്ത് നിങ്ങൾ ബി സി നോക്കുക. ഈ ബി സി എന്ന് പറയുന്ന സൈഡ് കിട്ടിയില്ലേ? ഈ ബി സിയിൽ നിന്ന് ഈ ബി സിക്ക് പാരലൽ ഇവിടെയല്ലേ? ഇതല്ലേ ലൈൻ? അതിലേക്ക് വന്നത് ഏതൊക്കെ നോക്കിയേ? ബി സിയിൽ നിന്ന് ബി സി പി ഏരിയ സെയിം അല്ലേ? അതേപോലെ തന്നെ ബി സി ആർ, ബി സി പിയും ബി സി ആറും. ശരിക്കും പടത്തിലേക്ക് നോക്കിയില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ സൈഡ്, ഓരോ വശത്തുമ്പോഴും നമുക്ക് ഈ വശത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ, ഈ വശത്ത് നിന്ന് ഇങ്ങോട്ട്. അതേപോലെ തന്നെ ഇനി ഇത് സൈഡായിട്ട് എടുത്തു. ഇത് സൈഡായിട്ട് സി പിയിൽ നിന്ന് സി ബിയിൽ കൂടെ ഇങ്ങോട്ട് പിയിലേക്കും സി ബിയിൽ നിന്ന് ആറിലേക്കും. അതാണ് രണ്ടെണ്ണം. ഇനി അടുത്ത നമുക്ക് സൈഡ് ഇതെടുക്കാൻ പോകണം കേട്ടോ. എ സി, എ സിക്ക് പാരലായിട്ടുള്ള സൈഡ് ഇതല്ലേ? അപ്പൊ ഈ എ സിയിൽ നിന്ന് ഇതിലേക്ക് പോയത് ഏതൊക്കെയാ നോക്കിയേ? എ സി പി കണ്ടല്ലോ. എ സി പി, എ സി പി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. പിന്നത്തെ അതിൽ നിന്ന് തന്നെ പോയത് ഏതാ? എ സി പി ഇങ്ങോട്ടുണ്ടെങ്കിൽ എ സി ക്യൂ കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോയി എ സി ക്യൂ. ഇത്രയാണ്. അപ്പൊ എത്ര ട്രയാങ്കിൾസ് ആയി? 3 3 6 അല്ലേ? 3 സൈഡിൽ നിന്ന് 3 എണ്ണം. ഇങ്ങനെ 6 ട്രയാങ്കിൾസ് നമുക്ക് ഈക്വൽ ഏരിയ ആയിട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ലേ? ഇനി നോക്കാം. ഇനി 3 എണ്ണം കൂടി കിട്ടുന്നുണ്ട്. ആകെ 9 എണ്ണാണുള്ളത്. ഇപ്പൊ ഈ 6 എണ്ണം
കിട്ടി. ഈ 6 കിട്ടിയില്ലേ? ഈ 6 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നോക്കാം ഇതിന്റെ ഈ സൈഡ് ഇല്ലേ, ഈ സൈഡും ഇവിടെ ഇതും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഏതാണ്? ബി സി ക്യൂ, ഈ ഒരു ട്രയാങ്കിൾ. അതുപോലെ തന്നെ എ ബി പി, പിന്നെയുള്ള ട്രയാങ്കിൾ എന്താണ്? എ ആർ സി. 3 ഈ 3 എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിലും കൂടി കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇത്ര വെച്ച് നിർത്താം. ഈ 6 നിങ്ങൾ ആദ്യം ചെയ്യാം. ഈ 6 കേട്ടോ. 9 ടോട്ടല് വേണ്ടത്. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ട് ഓരോ സൈഡിലും വെച്ച് ചെയ്ത് കിട്ടി. ഇനിയുള്ളത് ഇതിന്റെ പകുതിയാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 3 എങ്ങനെയാ കിട്ടുന്നതെന്ന്. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ കണക്ക് നോക്കാം. ഇവിടുന്ന് ഇത് എങ്ങനെയാണ് 6 കിട്ടിയത്. 6 മാത്രമല്ല കേട്ടോ, ശരിക്കും 9 ട്രയാങ്കിൾ. ഈ 3 കൂടി കിട്ടുന്നുണ്ട്. അത് അടുത്ത ക്വസ്റ്റ്യൻ കൂടി കണ്ടിന്യൂ ആണ്. അതുകൊണ്ട് ഞാൻ അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും വെച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 2 കണക്കാണെന്ന് ചെയ്തേക്കണം. ഈ 2 കണക്ക് നന്നായിട്ട് നാളേക്ക് ചെയ്തിട്ട് പഠിച്ചിട്ട് വരിക.